ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. അന്വേഷണ സമിതി രൂപീകരിച്ചതിനെ ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിയുടെ ഭാഗമായാണ് ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഔദ്യോഗിക വസതിയിൽ നിന്നും അനധികൃതമായി പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളുടെ ഭാഗമായി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതി രൂപീകരിച്ചതിനെ ചോദ്യം ചെയ്ത് യശ്വന്ത് വർമ്മ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഓഗസ്റ്റ് 12-നാണ് 3-അംഗ അന്വേഷണ സമിതിയെ രൂപീകരിക്കാൻ ലോക്സഭാ സ്പീക്കർ ഉത്തരവിറക്കിയത്. സുപ്രീംകോടതി ജഡ്ജ് ജസ്റ്റിസ് അരവിന്ദ് കുമാർ, മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനീന്ദ്ര മോഹൻ ശ്രീവാസ്തവ, മുതിർന്ന അഭിഭാഷകൻ ബി വസുദേവാചാര്യ എന്നിവരടങ്ങുന്നതാണ് സമിതി. സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള തുടർ നടപടികൾ. ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയത്. 2025 മാർച്ചിൽ യശ്വന്ത് വർമ്മയുടെ വസതിയിലെ തീപിടുത്തത്തിനിടയിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരുന്നു. സുപ്രീംകോടതി കൊളീജിയം ഇടപെട്ടാണ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയത്. ജനം, ഡൽഹി.